ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വലിയ വീഡിയോ ആയിട്ടാണ്. വലിയ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു 2 days ബിഫോർ, അതായത് 5th August 2024 എനിക്ക് UAE ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. എൻ്റെ ഫസ്റ്റ് ഇത്രയും ലോങ് ആയിട്ട് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ പറയാം. എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഫസ്റ്റിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാനിവിടെ UAE വന്നിട്ട് നമുക്കിവിടെ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് വരുമ്പോൾ നമുക്ക് കുറേ ടാർഗറ്റുകൾ ഉണ്ടായിരിക്കില്ലേ. അങ്ങനെ ഉള്ളൊരു ടാർഗറ്റിൽ ഒന്നായിരുന്നു സത്യം പറഞ്ഞാൽ UAE ഡ്രൈവിംഗ് ലൈസൻസ്. അങ്ങനെ നമ്മൾ വന്നത് 2022 പക്ഷേ ആ സമയത്തൊന്നും നമുക്ക് ലൈസൻസ് എടുക്കാനുള്ളൊരു അറിയാമല്ലോ. കാരണം നമുക്ക് നാട്ടിലെ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ വന്ന സമയത്ത് നമ്മൾ അതിനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഓൾറെഡി ഹസ്ബൻഡ് ലൈസൻസ് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് മൂവ് ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എനിക്ക് നോക്കാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. പിന്നെ നമ്മൾ 2023 സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഐ ടെസ്റ്റ് ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ ആ ഐ ടെസ്റ്റ് അവിടെ ഫ്ലോപ്പായി മീൻസ് നമുക്ക് പിന്നെ മുന്നോട്ടൊന്നും ചെയ്തില്ല. ജസ്റ്റ് ഐ ടെസ്റ്റ് ചെയ്തു എന്നല്ലാതെ നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഷാർജയിലായിരുന്നു നമ്മൾ. പിന്നീട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്ലാന് 2023 നമ്മൾ അവിടെ വെച്ച് ക്ലോസ് ചെയ്തു. കാരണം നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇവിടെ ഇപ്പം 2024 ആയപ്പം ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് ചേഞ്ച് ചെയ്യാനുള്ളൊരു പ്ലാനും ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സാധനം മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട്. കാരണം നാട്ടിൽ എനിക്ക് 4-wheeler ലൈസൻസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇനിയിപ്പം നാട്ടിൽ എടുക്കുന്നതിനേക്കാൾ ഒരു നല്ലത് ഇവിടെ എടുക്കുന്നതാണല്ലോ എന്നുള്ളൊരു ആഗ്രഹവും മനസ്സിലുണ്ടായിരുന്നു, ഇവിടെ എടുക്കണം എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ നമ്മൾ പുതിയതായിട്ടുള്ള ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴും UAE ഡ്രൈവിംഗ് ലൈസൻസ് മാൻഡേറ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി അവിടെ വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇനിയിപ്പം വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ എല്ലാം ഓക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ പകുതി ഒന്നും നടക്കില്ല. നമ്മൾ അതിലോട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴേ നമുക്കതിൽ സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ഒരു തോട്ടിൽ May 13th സത്യം പറഞ്ഞാൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഐ ടെസ്റ്റ് ചെയ്തു. സെയിം ഡേ തന്നെ നമ്മൾ പോയിട്ട് ഫയൽ ഓപ്പൺ ചെയ്തു. പിന്നെ തിയറി ക്ലാസ്സിനുള്ള ഡേറ്റ് എടുത്തു. അങ്ങനെ 2 ദിവസം നമുക്ക് ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് നമ്മൾ തിയറിയുടെ ടെസ്റ്റിൻ്റെ ഡേറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അവിടുന്ന് ഒരു PDF കിട്ടും നമുക്കിത് പഠിക്കാനുള്ളത്. ആ PDF എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 100 എത്രയോ പേജസ് ഉണ്ട് ആ PDF-ൽ. പിന്നെ PDF കൂടെ ആകുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഭയങ്കര കുറവായിരിക്കും. കാരണം അതിങ്ങനെ സൂം ചെയ്ത് വേണ്ടേ പഠിക്കാൻ. അപ്പം ഞാൻ കുറേയൊക്കെ അത് സത്യം പറഞ്ഞാൽ PDF ഒരു വട്ടം ജസ്റ്റ് വായിച്ചു വിട്ടിട്ടേ ഉള്ളൂ, അല്ലാതെ ഇരുന്ന് പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ യൂട്യൂബിൽ കുറേ വീഡിയോസ്, അതുപോലെ തന്നെ കുറേ മോക്ക് ടെസ്റ്റുകൾ ഗൂഗിളിലൊക്കെ കയറിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തൊരു പ്രാക്ടീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. എന്നിട്ടാണ് നമ്മൾ തിയറിയുടെ ക്ലാസ്സിന് വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് അവിടെ ക്ലാസ് എടുത്ത് അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടാണ് നമുക്ക് ക്ലാസ് തരിക അവിടെ. അപ്പം അത് അറ്റൻഡ് ചെയ്തതിന് ശേഷം കുഴപ്പമില്ലാത്തൊരു നോളജ് കിട്ടി. പിന്നെ നമ്മൾ PDF വായിക്കുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴും നമുക്കറിയില്ല എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. കുറേ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുമ്പോഴും കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു കോൺഫിഡൻസ് വരും, ഇത് ഇത്ര സിമ്പിളാണല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു May 25th അങ്ങോട്ടായിരുന്നു എൻ്റെ എക്സാം ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ പോയിരുന്നു. അവിടെ ഇതുപോലെ കുറേ ലേഡീസ് ഉണ്ടായിരുന്നു. ഒരു സാറായിരുന്നു നമുക്ക് അവിടെ നമ്മളെ ഇൻസ്പെക്ഷനായിട്ട് അവിടെ നിന്നിരുന്നത്. അങ്ങനെ എക്സാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ
അപ്പോൾ ആള് ആദ്യം നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു, നിങ്ങൾ നന്നായിട്ട് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു തവണ ഞാൻ മലയാളമാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കാരണം ട്രിക്കി ആവുമ്പോൾ നമുക്ക് ഈ കൺഫ്യൂഷൻ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മലയാളം തന്നെയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ നമുക്ക് മലയാളം ട്രാൻസ്ലേറ്റ്, അതായത് ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, അത് നമുക്ക് മലയാളത്തിലോട്ട് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും, നമുക്കത് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സ്പോട്ടിൽ നമ്മളവിടെ ആൻസർ ചെയ്യണം. അപ്പോൾ ഒരു ടാബാണ്, അതിൽ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക, അതാണ് എക്സാം. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും സ്റ്റാർട്ടായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ട്രിക്കി ആയിരുന്നു. എനിക്ക് ആ PDF ഉള്ളതല്ല, മോക്ക് ടെസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്തതല്ല. പക്ഷേ നമ്മളിപ്പം പണ്ടൊക്കെ നമ്മൾ പറയില്ലേ ഒക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന്, അതുപോലത്തെ നമുക്ക് അതിനെപ്പറ്റി കുറച്ച് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. 40 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുക, അതിൽ 35 നമ്മൾ ആൻസർ ചെയ്യണം. അങ്ങനെ ആയിരുന്നു അതിൻ്റെ ഒരു റൂള്. 40 ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയത് 38 ആണ് മാർക്ക് കിട്ടിയത്. അത് സത്യം പറഞ്ഞാൽ ആ മാർക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിലിങ്ങനെ കാണിക്കും കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാർക്കും കൂടെ കാണിക്കും. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം കാരണം ഞാനത് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ ഭയങ്കര ടെൻസ്ഡായിരുന്നു. കാരണം ഇത് എന്താവും, കാരണം എല്ലാം നമുക്ക് ഓൾമോസ്റ്റ് ഒക്കെ സിമിലർ ആയിട്ടുള്ള ആൻസേഴ്സ് അതിൽ കിടക്കുന്നുണ്ടാവും. അപ്പം സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു സമയമായിരുന്നു അത്. എന്നാലും അൽഹംദുലില്ലാ പാസ്സായി. അത് അന്ന് ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പാണല്ലോ നമ്മുടെ. അങ്ങനെ ഞാനിവിടെ ഈ സൈഡിലെങ്ങാനും ഞാൻ ഓരോ ചെറിയ ക്ലിപ്പുകളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഓരോ എന്താ പറയുക, മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ മൈൽ സ്റ്റോണിൻ്റെ ചെറിയ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എവിടെയെങ്കിലൊക്കെ അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ എക്സാം കഴിഞ്ഞു. നമ്മൾ പിന്നീടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ പാർക്കിംഗ് ടെസ്റ്റാണ് അടുത്തത് വരുന്നത്. തിയറി ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പാർക്കിംഗ് ടെസ്റ്റാണ്. അപ്പോൾ പാർക്കിംഗ് ടെസ്റ്റിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ കുറച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുണ്ട്. ആ ക്ലാസ്സുകൾ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ടാണ് അറ്റൻഡ് ചെയ്യുക. അതിൽ നമുക്ക് ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടാവും അവിടെ, അവർ നമുക്ക് എന്താ പറയുക ക്ലാസ് എടുക്കും. പിന്നെ അതിൽ വരുന്നതാണ് സിമുലേറ്റർ എന്ന് പറയുമ്പം നമ്മൾ ഈ എന്താ പറയുക ഗെയിമൊക്കെ കളിക്കില്ല, നമ്മൾ ഈ കുട്ടികളായിട്ട് നമ്മളിപ്പോൾ മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവില്ലേ ഓരോ ഇപ്പോൾ സ്കൂട്ടറും ബൈക്കും മറ്റേ കാറും ഒക്കെ അതിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഓടിച്ച് കളിക്കില്ലേ, അതുപോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ പിന്നീട് മുസഫ എമിറേറ്റ്സ് ഡ്രൈവിംഗ് സ്കൂളിലാണ് നമുക്ക് ബാക്കി ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 10 ദിവസത്തെ ക്ലാസ് ആയിരുന്നു. ഒരു അഡീഷണൽ ക്ലാസ് എനിക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു പേപ്പറാണ് കിട്ടുക. എനിക്കത് കറക്റ്റ് ഓർമ്മയില്ലാത്ത കാരണം ഞാൻ ഈ പേപ്പർ കയ്യിൽ പഠിക്കുന്നത്. ഇതിൽ നമുക്ക് ഓരോ ദിവസവും 2 ക്ലാസ് വെച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ എനിക്ക് മെയ് 25 എൻ്റെ തിയറി ടെസ്റ്റ് കഴിഞ്ഞെങ്കിലും എൻ്റെ പാർക്കിങ്ങിൻ്റെ ടെസ്റ്റ്, അതായത് പാർക്കിങ്ങിൻ്റെ ക്ലാസ്സുകൾ വന്നത് ജൂലൈ 2 തൊട്ടിട്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 മന്ത് ഗ്യാപ്പ് ഉണ്ടായിരുന്നു എനിക്കവിടെ. പിന്നീട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പം എൻ്റെ ഫസ്റ്റത്തെ ഇൻസ്ട്രക്ടർ, അപ്പോൾ അവിടെ പോയി എൻ്റെ ഫസ്റ്റ് ഇൻസ്ട്രക്ടറായിട്ട് വന്നത് ഒരു ലേഡി, ഒരു ഫിലിപ്പിനോ ലേഡി ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റത്തെ എൻ്റെ ആ ഒരു ദിവസങ്ങളിൽ എന്നെ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് പറയണതൊന്നും. അപ്പോൾ ആ ലേഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ട്രാജഡി ആയിരുന്നു ആ ഒരു കഥ. കാരണം എനിക്കാണെങ്കിൽ ഡ്രൈവിങ്ങിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ആളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് ചിലപ്പോൾ മേ ബി ആ ലേഡിക്ക് അറിയാത്ത കാരണമായിരിക്കും. എനിക്കാണെങ്കിൽ ഫുൾ ക്ലാസ് ആളതായിരുന്നു. വേറെ ഒരു ഇൻസ്ട്രക്ടർ ചേഞ്ച് ചെയ്ത് വരികയും ഒന്നും ചെയ്തില്ലായിരുന്നു. അവിടെ ഉള്ള എല്ലാ ക്ലാസ്സും ഈ ഒരാളതായിരുന്നു. അപ്പോൾ ഓരോ ദിവസം എനിക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴും എനിക്ക് പറ്റില്ല അങ്ങനത്തെ ഒരു മൈൻഡാണ് എൻ്റെ ഇതിലുണ്ടായിരുന്നത്. എനിക്ക് പറയുന്നത് നമ്മൾ ശരിക്കും ഒരു പൊട്ടൻ്റെ പോലെ നിൽക്കില്ലേ ഒരാളെ മുന്നിൽ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. കാരണം ഈ നമുക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ആൾക്ക് താല്പര്യമില്ല. എനിക്കാണെങ്കിൽ
ഇയാളോടാണെങ്കിൽ നമ്മൾ, അതായത് ഈ ലേഡീനോടാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആൾ പറയും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യേണ്ടതാണ്, നിങ്ങൾക്ക് എന്താ ബുദ്ധിയില്ലേ, അങ്ങനെയൊക്കെയാണ് ആൾ ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഈ ലേഡിയുടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമുക്കൊരു പാർക്ക് ചെയ്യുന്നത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ലേഡി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പാർക്കിംഗ് ഒക്കെ, പക്ഷെ എനിക്കൊരു ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ക്ലാസ് ഇതുപോലെ ടവർ 5 എന്ന് പറഞ്ഞ വേറൊരു സ്ഥലത്ത് വേറൊരു ക്ലാസ്, അത് 2 ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടായിരുന്നു അവിടെ, 2 സാറുമാരായിരുന്നു. അതിലൊരാൾ മലയാളിയായിരുന്നു. അപ്പം ഈ മലയാളിനെ കണ്ടപ്പോൾ തന്നെ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇങ്ങനെ എനിക്ക് മുന്നേ ഒരു ഫിലിപ്പിനോ ലേഡി ആയിരുന്നു, സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ആ ലേഡി എടുത്തത്, അപ്പോൾ സാർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് ഞാൻ ഓൾറെഡി ആ സാറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഓക്കെ പേടിക്കണ്ട സെറ്റാക്കാം എന്ന് പറഞ്ഞിട്ട് ആൾ വന്ന് ആളെല്ലാം പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന 2 സാറുമാരും എനിക്ക് ഒരിക്കലും സത്യം പറഞ്ഞാൽ അവരെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് മറക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് അവർ ഹെൽപ്പ് ചെയ്തിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ആ ക്ലാസ് കഴിഞ്ഞോട് കൂടിയിട്ടാണ് എനിക്ക് ചെറുതായിട്ടെങ്കിലും എനിക്ക് ഒരു കോൺഫിഡൻസ് വരാം, ഇത് എന്നെ കൊണ്ട് പറ്റും, അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നും അല്ല എന്നുള്ളത് കുറച്ചെങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിയത് ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയായിരുന്നു എനിക്കൊരു അഡീഷണൽ ക്ലാസ് വന്നത്. ആ അഡീഷണൽ ക്ലാസ്സിൽ ആ ലേഡി ആയിരുന്നില്ല, വേറൊരു സാറായിരുന്നു, ഒരു അറബിക് ആളായിരുന്നു. ആ ആളിതുപോലെ വണ്ടിയിൽ കയറിയിരുന്ന് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് കണ്ടപ്പോൾ ആളിടക്കിടക്ക് മാഷാ അല്ലാ വെരി ഗുഡ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അത് നമ്മളെ ശരിക്കും എന്താ പറയുക നന്നായിട്ട് മനസ്സിനൊരു സന്തോഷം, അല്ലെങ്കിൽ അപ്പോൾ ഓക്കെ ആണ്, എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ഒരു തോട്ട് വരില്ലേ. അപ്പോൾ അങ്ങനെ ഒരു തോട്ട് വന്നത് പിന്നീടായിരുന്നു. എനിക്ക് ആ ഒരു ലേഡി എന്നിൽ എന്താണ് സത്യം പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തതെന്ന് എനിക്ക് പറയാനറിയില്ല. കാരണം ആ ഒരു ദിവസങ്ങളിൽ ഞാൻ ഭയങ്കര ഡസ്പായിരുന്നു. പക്ഷേ അപ്പം സത്യം പറഞ്ഞാൽ ആ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇവിടെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇക്കാട് പറയായിരുന്നു, ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലൈസൻസ് എടുക്കട്ടെ, എന്നിട്ട് ഞാൻ അതിൻ്റെ പേരിൽ ഞാൻ കേസ് ഇവിടെ കംപ്ലൈൻറ്റ് കൊടുക്കും, എങ്ങനെയാണോ സ്റ്റുഡൻസിനെ ട്രീറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും എന്നെ മാനസികമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് തളർത്തിയ ഒരാളായിരുന്നു. പക്ഷേ നമ്മളിപ്പം ഈ ടവറും ബാക്കി ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ പിന്നെ എനിക്ക് തോന്നി ചിലപ്പോൾ നല്ലതിനായിരിക്കും. എന്നാലേടി അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നിന്ന കാരണം കുറേ കാര്യങ്ങളിലൊക്കെ ഞാൻ കുറച്ച് അന്നത്തെ ആ ലേഡി ചെയ്ത ആ ഒരു സ്ട്രിക്ട്നെസ് കൊണ്ട് ചെറിയ മാറ്റങ്ങൾ കേട്ടോ. പക്ഷെ ആളെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം അങ്ങനെയല്ല ഒരു സ്റ്റുഡൻറ്റിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. അതെന്താന്ന് പിന്നെ എനിക്ക് മനസ്സിലാവാൻ കാരണം എന്ന് വെച്ചാൽ ഞാനിതുപോലെ പിന്നെ ഒരു ദിവസം ഇതുപോലെ ഒരു ക്ലാസ്സിന് വേണ്ടി അറ്റൻഡ് ചെയ്യാനിരിക്കുന്ന സമയത്ത് ഒരു മലയാളി ഒരു ചേച്ചീനെ കണ്ടു ഞാനവിടെ. അപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്നലെ എനിക്കൊരു ലേഡി ആയിരുന്നു, ഭയങ്കര റൂഡായിരുന്നു അത്. അപ്പോൾ ഞാൻ പറഞ്ഞു കാട്ടി ആ ലിസ്റ്റ് തായോ, ഞാൻ നോക്കട്ടെ, പേര് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സെയിം ഈ പേപ്പറിലുള്ള ആ ലേഡിയുടെ സെയിം പേര് തന്നെയാണ് എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും ദിവസം ഞാനാണ് അതിനെ സഹിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞപ്പോൾ നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ അത് ക്ലാസ് എടുക്കണമെന്ന് വെച്ചപ്പോൾ ഞാൻ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ ഇവിടെ വന്നപ്പം ഓൾമോസ്റ്റ് ഒക്കെ ഓക്കെ ആയി കിട്ടി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ഡ്രൈവിംഗ് സ്കൂളിലെ വളരെ ട്രാജഡി നിറഞ്ഞ കഥ എന്ന് പറയുന്നത്. പിന്നീട് എനിക്ക് പാർക്കിങ്ങിൻ്റെ ടെസ്റ്റ് ഡേറ്റ് കിട്ടുന്നത് പിന്നെ ജൂലൈ 17-നാണ്. ജൂലൈ 17-നായിരുന്നു എൻ്റെ പാർക്കിങ്ങിൻ്റെ ടെസ്റ്റ് വന്നത്. അങ്ങനെ പാർക്കിംഗ് ടെസ്റ്റിന് പോയി. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റി. അങ്ങനെ പാർക്കിംഗ് ടെസ്റ്റും കഴിഞ്ഞു. അപ്പോൾ അടുത്ത ഒരു എന്താ പറയുക നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന കാര്യം എനിക്കും ഹസ്ബൻഡിനും എൻ്റെ അവനിക്കും അല്ലാതെ വേറെ ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അതായത് റിലേറ്റീവ്സിനായാലും എൻ്റെ ഫാമിലി ആയാലും നമ്മൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ഒന്നും വിചാരിച്ചിട്ടല്ല, ഒരു സർപ്രൈസ് ആക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു പ്ലാനായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ആരെയും അറിയിച്ചിട്ടില്ല. അപ്പോൾ ഓരോ സ്റ്റേജസ് കഴിയുമ്പോഴും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഇനിയിപ്പോൾ കുറച്ചും കൂടെയല്ലേ ഉള്ളൂ. അപ്പോൾ ഫൈനലി നമുക്കിപ്പം ഇവിടെ നമുക്ക് അബുദാബിയിൽ തന്നെ നമ്മുടെ ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ
അവരുടെ അടുത്തേക്ക് നമുക്ക് എന്താ പറയുക സർപ്രൈസായിട്ട് വണ്ടി ഓടിച്ചിട്ട് പോവാം ലൈസൻസ് കിട്ടിയാൽ, അങ്ങനെയൊക്കെ ആയിരുന്നു പ്ലാൻ. അപ്പോൾ ആരുടെ അടുത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവൻ എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയിക്കോട്ടെ, ബാക്കി റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ആരടുത്തും ഈ ഒരു കാര്യം നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. അത് അത്രയും സീക്രട്ടായിട്ട് വെച്ചത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എനിക്ക് കേസ് ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും ഹസ്ബൻഡ് മാത്രമല്ലേ അറിയുള്ളൂ, വേറെ ആരും അറിയില്ലല്ലോ, നാണം കിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ പിന്നെ പൊതുവേ എനിക്കങ്ങനെ എല്ലാവരോടും ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഭയങ്കര ടോട്ടലി ഒരു ഭയങ്കര ടെൻഷൻ കയറും. കാരണം അത് പിന്നെ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആവും നമ്മുടെ തലയിൽ. ഇതാവുമ്പോൾ ഞാനും ഹസ്ബൻഡ് മാത്രമല്ലല്ലോ, പിന്നെ കുഴപ്പമില്ലല്ലോ, ഒരു സമാധാനമായിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തത്. ആ സർപ്രൈസ് അതിനേക്കാൾ വലിയ ട്രാജഡി ആയി, അത് വേറെ കാര്യം. എന്നാലും കുഴപ്പമില്ല, പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ടെസ്റ്റ്. അങ്ങനെ ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ നമ്മുടെ റോഡ് ടെസ്റ്റ് ഡേറ്റ് എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ പേയ്മെൻ്റൊക്കെ കൊടുത്തു. ഞാൻ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പറയാം കേട്ടോ, അല്ലെങ്കിൽ ഇടയിൽ പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഐഡിയ ഇല്ലാത്ത പോലെ ആവും. അങ്ങനെ പാർക്കിംഗ് എല്ലാവർക്കും അറിയാമല്ലോ, പാരലൽ പാർക്കിങ്ങും 90 ഡിഗ്രി പാർക്കിങ്ങും ആണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. അത് നമ്മളിപ്പം എല്ലാം ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മളത് ഈസി ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാം. അതെല്ലാ കാര്യങ്ങളും എടുത്താലും അങ്ങനെ തന്നെയാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ എന്താ പറയുക, ഒരുപാട് പ്രാവശ്യം പാർക്കിംഗ് ടെസ്റ്റ് ഫെയിലാവുന്നവരുണ്ട്. അവരൊക്കെ എനിക്ക് പറയാനുള്ളതാണെങ്കിൽ ടെൻഷൻ അടിക്കാതിരുന്നാൽ മതി. നമ്മൾ ഒന്ന് കൂളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം നോർമലായിട്ട് നടന്നു പോയിക്കോളും. ടെൻഷൻ ആവാനിരുന്ന് കഴിഞ്ഞാൽ അതിനേ നേരം ഉണ്ടാവുള്ളൂ നമുക്ക്. അങ്ങനെ ഫൈനലി നമ്മൾ ഡേറ്റ് എടുത്തു. ഓഗസ്റ്റ് 5 നമ്മൾ ഡേറ്റ് എടുത്തത്. പിന്നത്തെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് റോഡ് ക്ലാസ്സിന് ഒരു ഇൻസ്ട്രക്ടറിനെ നമ്മൾ തന്നെ പുറത്തുനിന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ പുറത്തെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യുന്ന ഒരാളാണ് എന്താ പറയുക നമ്മളെ ഇൻസ്ട്രക്ടറായിട്ട് വരിക. അപ്പോൾ നമ്മൾ 1-2 പേരെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ലാസ്റ്റാണ് നമുക്ക്, ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ നമ്പറും ഇൻസ്ട്രക്ടറിൻ്റെ നമ്പറും ബാക്കി ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷൗക്കത്ത് ഖാൻ, അവിടെ അബുദാബിയിൽ തന്നെ ഉള്ള ആളാണ്. അപ്പം ഷൗക്കത്ത് ഖാനെ നമുക്ക് എങ്ങനെ പരിചയം എന്ന് വെച്ചാൽ, നമ്മുടെ ഒരു കസിൻ സിസ്റ്റർ, അവളും ഷൗക്കത്ത് ഖായുടെ അണ്ടറിലാണ് ഇതുപോലെ അന്ന് ക്ലാസ്സിനൊക്കെ പോയിരുന്നത്. അവൾ ഓൾറെഡി പാസ്സായി. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഒരു അറിവുണ്ട് നമുക്ക്. പിന്നെ അന്ന് തന്നെ നമ്മൾ ഷൗക്കത്ത് ഖായുടെ നമ്പറൊക്കെ നമ്മൾ അവരിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പോയി നമ്മുടെ കയ്യിൽ നിന്ന്. പിന്നീട് അപ്പോൾ ഇന്ന് ഷൗക്കത്ത് ഖായുടെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെ ഒരു ഫ്രണ്ടിനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രണ്ടിനാണെന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മൾ നമ്പർ വാങ്ങി ഷൗക്കത്ത് ഖാനെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ഷൗക്കത്ത് ഖാ വിത്തിൻ 2 ഡേയ്സിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഞാൻ ചെല്ലുമ്പോൾ തന്നെ ആളെടുത്ത് ഞാൻ ജാമ്യം വെച്ചിരുന്നു. എനിക്ക് ഇതുപോലെ സ്കൂളിൽ നിന്നുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒന്നും പ്രോപ്പർ ആയിരുന്നില്ല. അപ്പോൾ എന്നെ ഒന്ന് കൂടുതൽ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആളെടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞ ദിവസം തന്നെ ആൾ പറഞ്ഞു ഓക്കെ ആണ്, അത് സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നീടുള്ള ഓരോ ക്ലാസ്സുകളിലും പിന്നെ നമുക്ക് ഓരോ ദിവസങ്ങളും ബെറ്റർ ആയിക്കൊണ്ടിരുന്നു. ആളുടെ ആളെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂളാണ്. അങ്ങനെ നമ്മളിങ്ങനെ ഞാൻ കുറേ പേര് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഭയങ്കര ചീത്ത കിട്ടും എന്നൊക്കെ. പക്ഷേ ഷൗക്കത്ത് ഖാനെ സംബന്ധിച്ചിടത്തോളം അത്രയും പൊട്ടത്തരം കാട്ടിയാലാണ് ആളൊന്ന് ചൂടാവുക, അല്ലെങ്കിൽ ആളൊന്ന് ദേഷ്യപ്പെടുക, അത്രയും കെടുമ്പോഴാണ്. അപ്പോൾ ഷൗക്കത്തൊക്കെ ചൂടായി കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നു ഞാൻ അത്ര പൊട്ടത്തരാണ് കാണിക്കുന്നത്. എന്നാലും മാക്സിമം ആള് എനിക്ക് തോന്നുന്നു എന്നൊന്നും അങ്ങനെ ആള് വഴക്ക് പറഞ്ഞിട്ടൊന്നുമില്ല. ചോദിക്കും നീ അത് ചെയ്യാണ്ടാണോ, അപ്പം ഇൻഡിക്കേറ്ററൊക്കെ ഇടാണ്ട് പോകുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടാണ്ട് എവിടേക്കാണ് കയറി പോണതെന്നൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെ അല്ലാതെ പിന്നെ ലാസ്റ്റ് ഡേ മറ്റാണ്ടാണ് എന്നെ ഭയങ്കരമായിട്ട് ആള് ചീത്ത പറഞ്ഞത്.
അങ്ങനെ ലാസ്റ്റ് ഡേ ഭയങ്കര ചീത്തയായിരുന്നു കേട്ടോ. കാരണം അത്ര പൊട്ടത്തരാണ് ലാസ്റ്റ് ഡേ കാണിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയില്ല. എന്താ പറയുക, ഞാൻ മനസ്സിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ചിന്തിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഡ്രൈവിങ്ങിന് പോവുക. അതുകൊണ്ടായിരിക്കാം മേ ബി നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് ഒന്നും കാർ വരില്ല. അവസാനം ശൗകത്ത് പറഞ്ഞു, നീ നാളെ എങ്ങനെയാണോ ടെസ്റ്റിന് പോണത് എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ചീത്തൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അപ്പോൾ ആ ദിവസം എന്ന് പറയണത് നാളെ അല്ലേ ടെസ്റ്റിന്, ഇപ്പം ഞാൻ എന്താ കാണിക്കുക നാളെ പോയിട്ട്. ലാസ്റ്റ് എന്നിട്ട് എല്ലാം ഡ്രൈവിങ് കഴിഞ്ഞ് ലാസ്റ്റ് പാർക്ക് ചെയ്യാൻ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഓടിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നീ തീരെ ഓടിക്കാത്തതുകൊണ്ട് ചീത്ത പറഞ്ഞതല്ല, ഇത്രയും ദിവസമായില്ല, ഇപ്പം ചെറിയ തെറ്റുകൾ വരുമ്പോൾ തിരുത്തി തരുന്നതാണ്. അടുത്ത് പറഞ്ഞു, നീ നാളെ എന്തായാലും പാസ്സാവും, ടെൻഷനൊന്നും ആവാനില്ല, നീ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഓടിച്ചാൽ മതി, സിമ്പിളായിട്ട് പാസ്സായിട്ട് വരാം നാളെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മൺഡേ ആയിരുന്നു ടെസ്റ്റ്. ഇപ്പോൾ മൺഡേ 10:15 ടെസ്റ്റിൻ്റെ സമയം. അപ്പോൾ 8 മണിക്ക് നമുക്ക് റോഡ് വേറൊരു ക്ലാസ്, അതായത് ഒന്നും കൂടെ ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട്. അന്നും ഈ പറഞ്ഞ പോലെ തെറ്റുകൾ എന്ന് പറഞ്ഞാൽ ഓടിക്കുന്നതിലുള്ള മിസ്റ്റേക്കുകളല്ല. ഇവിടെ അറിയാലോ, ഇവിടെ റൂൾസ് ഒന്നും കൂടെ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇൻഡിക്കേറ്റർ ഇടുക, ചിലപ്പം ഇൻഡിക്കേറ്റർ ഇടാൻ മറന്നു പോകും, അല്ലെങ്കിൽ ചിലപ്പം അങ്ങോട്ട് നോക്കാൻ, ബ്ലൈൻഡ് സ്പോട്ട് നോക്കാൻ അങ്ങനെ മറക്കും, മിററിൽ നോക്കാൻ മറക്കും. അതിനൊക്കെയാണ് ഈ ചീത്ത കേൾക്കുന്നത്. അല്ലാതെ ഡ്രൈവ് ചെയ്യുമ്പം എവിടെയും കൊണ്ടുപോയി അലക്കിയിട്ടും അങ്ങനെയൊന്നും അല്ല, കുഞ്ഞു മിസ്റ്റേക്കുകളാണ്. അപ്പോൾ അതൊക്കെ നോർമലി ഡ്രൈവിങ് ഒട്ടും അറിയാത്ത ഒരാൾ പെട്ടെന്ന് ഡ്രൈവ് ചെയ്യാൻ വരുമ്പോൾ നോർമലി സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ തന്നെയാണെന്നാണ് ആളും പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ലൈസൻസ് എടുക്കാൻ നമ്മുടെ ടെസ്റ്റിൻ്റെ ടൈമായി. നമ്മളൊരു ബസ്സിൽ ഇങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൽ ഇതുപോലെ ടെസ്റ്റിൻ്റെ കാറുണ്ടാവും. അപ്പോൾ ഓരോ സ്പോട്ടിലെത്തുമ്പോൾ പാർക്ക് ചെയ്യും, പിന്നെ അടുത്ത ആളെ വിളിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറേ ഒരു 10-17 ആളുണ്ടായിരുന്നു അന്ന് ടെസ്റ്റിന്. ഞാനൊരു 10ാമത്തെ ആളായിരുന്നു ഞാൻ ഇറങ്ങി. എന്നോട് പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ തെറ്റിക്കുന്ന ഒരു ഭാഗമുണ്ട്. തെറ്റിക്കുന്ന ഭാഗം മീൻസ് ഞാൻ ഒരു സ്റ്റോപ്പ് ബോർഡുള്ള സ്ഥലത്ത് ഞാൻ മിക്ക ദിവസവും ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് മറക്കും. ആ സെയിം സ്പോട്ടാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഷൗക്കത്തൊക്കെ അന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ, ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ മറക്കരുത്, എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം മേ ബി ഞാനത് അവിടെ നല്ല രീതിക്ക് തന്നെ അത് ഓടിച്ചു. പെട്ടെന്ന് എൻ്റെ അടുത്ത് എമർജൻസി സ്റ്റോപ്പാണ് പറഞ്ഞത്. ഇവിടെ മെയിനായിട്ട് നമ്മൾ ഇൻസ്ട്രക്ടേഴ്സ് നമ്മളെ കയറിയിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ അവരുടെ അടുത്ത് നമ്മൾ സലാം പറയുക, നമ്മൾ എമിറേറ്റ്സ് ഐഡി കൊടുക്കുക അവർക്ക്. എന്നിട്ട് അവർ ഓക്കെ സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴാണ് ബാക്കി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ SMS എന്ന് പറയും, അതായത് സീറ്റ്, മിറർ, അതുപോലെ സീറ്റ് ബെൽറ്റ്, അങ്ങനെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ ഡ്രൈവ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ലെഫ്റ്റ് റൈറ്റ് പറയുമ്പം അതിനനുസരിച്ച് പോവുക, ലൈൻ ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ പാർക്ക് ചെയ്യാൻ പറയുമ്പോൾ പാർക്കിങ്ങിൻ്റെ സ്ഥലത്താണെങ്കിൽ അവിടെ പാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവർ എമർജൻസി സ്റ്റോപ്പ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ എമർജൻസി സ്റ്റോപ്പ്, പാർക്കിങ് കൂടെ ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് ഇവിടുത്തെ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് നല്ല രീതിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്താ പറയുക, നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. നമ്മൾ കയറി ഇരുന്നിട്ട് നമ്മൾ അയ്യോ ടെൻഷൻ അടിച്ച് പേടിച്ച് അയ്യോ ഇനിയിപ്പോൾ എന്താ പറയുക ഇടിക്കുമോ അങ്ങനെയൊക്കെ പേടിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കിട്ടില്ല. കാരണം നമ്മളെ കോൺഫിഡൻസ് മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞ പോലെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും അച്ചീവ് ചെയ്യാം. അതായത് നമ്മളിപ്പം ഈ ലോകത്തിൽ എല്ലാവരും അച്ചീവ് ചെയ്യുന്നത് നമ്മുടെ പോലത്തെ മനുഷ്യന്മാർ തന്നെയാണ്. അപ്പോൾ അവർക്കൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കും ചെയ്യാം, അത്രേ ഉള്ളൂ. ആ ഒരു കോൺഫിഡൻസ് മാത്രം മതി നമുക്ക്. അതിപ്പം എന്ത് ടെസ്റ്റ് ആണെങ്കിലും നമ്മുടെ ലൈഫിൽ എന്താണെങ്കിലും ആ ഒരു കോൺഫിഡൻസ് മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ കുറേ ടെൻഷൻ അടിച്ച് കുറേ പേടിച്ച് അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കില്ല. അപ്പോൾ എന്നെക്കൊണ്ട് 2-3 minutes ആണ് ഡ്രൈവ് ചെയ്യിപ്പിച്ചത്. പിന്നെ അവർ സ്റ്റോപ്പ് പറഞ്ഞു, നിർത്തി. നമ്മൾ തിരിച്ച് ആ ബസ്സിൽ തന്നെ കയറി. ഞാൻ ജസ്റ്റ് ഫോൺ എടുത്ത് നോക്കുമ്പോഴേക്കും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ദ ടെസ്റ്റ് റിസൾട്ട് ഇസ് പാസ്. ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ 2-3 മാസം മെനക്കെടുന്നത്. ആ ഒരൊറ്റ മെസ്സേജ് കാണുമ്പോൾ ആ ഒരു സന്തോഷം അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും അൽഹംദുലില്ലാഹ് ഫസ്റ്റ് ചാൻസിൽ തന്നെ കിട്ടിയത് തന്നെ വലിയ കാര്യം. അങ്ങനെ ഫൈനലി അത് കിട്ടി.
അപ്പോൾ തന്നെ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഇക്കാനെ സംബന്ധിച്ചിടത്തോളം എന്നെക്കാൾ സ്ട്രഗിൾ ഇക്കാക്കായിരുന്നു. കാരണം ഞാൻ ഈ പോകുന്ന സമയം, ക്ലാസ്സിന് പോകുന്ന സമയമൊക്കെ മോനായിട്ട് സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. കാരണം ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മുസഫ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ക്ലാസ്സൊക്കെ ഉണ്ടാവുക. അപ്പോൾ അവിടേക്ക് ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് ഉണ്ട്. പിന്നെ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം മോനായിട്ട് ഇക്ക ഏതെങ്കിലും മോളിലൊക്കെ നിൽക്കലാണ്. അപ്പം ഇക്കാക്ക് ശരിക്കും ഡബിൾ ചിലവാണ് അവനായിട്ട് പുറത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ. കാരണം അവരത് വാങ്ങിക്കി ഇത് വാങ്ങിക്കി എന്ന് പറയുമ്പം അങ്ങനെ കുറേ പൈസയുടെ ചിലവ്. പിന്നെ ഇവനിങ്ങനെ വാശി പിടിക്കും. ഇക്കാടെ വർക്കിൻ്റെ ഇടയിൽ ഇവൻ്റെ വാശിയൊക്കെ കൂടെ സത്യം പറഞ്ഞാൽ ഹീസ് ദ ബിഗ് സപ്പോർട്ട്. അപ്പം ആള് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. കാരണം മോനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര വലിയ ചെറിയൊരു കാര്യമൊന്നുമല്ല. അപ്പം അങ്ങനെ അപ്പോൾ ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നീട് ഞാൻ നേരെ നമ്മളെ വണ്ടിയിൽ പോയി ഹസ്ബൻഡിനെയും മോനെയും കണ്ടു, ഹാപ്പിയായി. പിന്നീട് നമ്മൾ വീട്ടിലേക്ക് എല്ലാവരും വിളിച്ചറിയിക്കണം. അപ്പം അവൻ ഉറങ്ങുമായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. കാരണം ഇനിയും ഡിലേ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പോവും എൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ ഡീറ്റെയിൽസ് പറയാനുള്ളതും പോവും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇപ്പം തന്നെ പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉറങ്ങുന്ന സമയം വീഡിയോ എടുത്തത്. പക്ഷേ അവസാനിക്കുന്നതിന് മുന്നേ അവൻ ഉണർന്നു ഗൈസ്, അവൻ ഉണർന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. പിന്നീട് നമ്മൾ വീട്ടിൽ എല്ലാവരും അറിയിച്ചു. ഉമ്മ ഉപ്പ എല്ലാവരും ഹാപ്പി ആയിരുന്നു. പിന്നെന്താ അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പം ഇതിപ്പോൾ ഒരു എന്താ പറയുക, വളരെ പുതുമയുള്ളൊരു വീഡിയോ ഒന്നുമല്ല. പക്ഷേ റീസെൻ്റായിട്ട് പാസ്സായ ഒരാളെന്ന നിലയ്ക്ക് എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് അപ്പോൾ അങ്ങനെ അപ്പോൾ പുതിയതായിട്ട് ലൈസൻസ് എടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്താണ് അപ്പോൾ ലൈസൻസ് എടുക്കാനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇതൊക്കെ വലിയ അങ്ങനെ പേടിക്കാനുള്ള കാര്യമൊന്നുമല്ല ഗൈസ്. നിങ്ങളൊന്ന് കോൺഫിഡൻ്റ് ആയിട്ട് ഒന്ന് സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ സെറ്റാണ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒന്ന് ചിരിച്ചിരിക്കും അവൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിരിക്കുക കേട്ടോ. അങ്ങനെ പിന്നെന്താ പിന്നെ ഇപ്പം അബുദാബിയിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൗക്കത്തിക്കാരുടെ നമ്പർ ഞാൻ കഴിഞ്ഞ എൻ്റെ ഷോർട്സിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതല്ല, ഞാൻ ഇതിലും ഇവിടെയും ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ആള് 100% ഗ്യാരണ്ടി ഞാൻ പറയുന്നു. കാരണം ആള് സൂപ്പറാണ്. ആള് നിങ്ങളെ പാസ്സാക്കിക്കോളും. പിന്നെന്താ കാരണം ഞാൻ പറയാൻ കാരണം ആള് ഓൾറെഡി ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ആൾക്ക് അതിൻ്റേതായിട്ടുള്ള അങ്ങനെ പിന്നെന്താ പറയാൻ വിചാരിച്ചത്, ഇതൊക്കെ തന്നെ. പിന്നെ ഇനി പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ ഞാനിവിടെ സൈഡിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. പിന്നെ ഇതൊക്കെ ഡിപ്പെൻസ് ആണ് കേട്ടോ. ക്ലാസ്സും അതുപോലെ തന്നെ ഇപ്പം റോഡ് ക്ലാസ്സൊക്കെ ഓരോരുത്തരിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. എനിക്ക് 10-20 ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കൊരു ഐഡിയ ഇല്ല. എൻ്റെ ഡ്രൈവിംഗ് സ്കൂളിലെ ക്ലാസ് തന്നെ പണ്ടാരോ പറഞ്ഞ പോലെ ആകെ ട്രാജഡിയും കൂടെ ആയതുകൊണ്ട് ഞാൻ കുറച്ചധികം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം നോർമൽ എല്ലാവർക്കും വരുന്ന പോലെ ക്ലാസ്സുകൾ എടുക്കുന്ന. പിന്നെ ഞാൻ ഇപ്പം ഡ്രൈവിംഗ് സ്കൂളിലായ പോലും ഞാനൊരു അഡീഷണൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. അപ്പം ക്ലാസ്സിൻ്റെ മാത്രം ചിലപ്പോൾ പേയ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ബാക്കി എല്ലാ പേയ്മെൻറ്റും നോർമലി എല്ലാവർക്കും വരുന്നത് തന്നെയാണ്. അങ്ങനെ ഓൾമോസ്റ്റ് ടോട്ടൽ എത്ര ആയി എന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഗോൾഡൻ ചാൻസ് എടുക്കുന്നവർക്ക് അത്രയും പേയ്മെൻറ്റ് വരില്ല, അതിനേക്കാളും കുറച്ചേ വരുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ. ടോട്ടലി ഓവറോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അധികം ബുദ്ധിമുട്ടും യാതനകളും വേദനകളും ഒന്നും ഇല്ലാതെ കിട്ടിയതായിരുന്നു. ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് അബുദാബി വലിയ ഡ്രൈവറായെന്നൊന്നുമല്ല. ഈ 2 ദിവസം കൊണ്ട് ഇവിടെ എത്ര ഡ്രൈവ് ചെയ്തെന്നൊന്നും വിചാരിക്കണ്ട. ഞാനിവിടുന്ന് ഒരു കുറച്ചൊക്കെ ഞാൻ പോയി തുടങ്ങി. ഇവിടുന്ന് ദുബായ് റൂട്ടൊക്കെ പോയി. അപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്തപ്പം നോർമലി ഒരു കോൺഫിഡൻസ് കയറി വരുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഓക്കെയാണ്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനിയും
ഒരുപാട് എന്താ പറയുക, ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ ലൈസൻസും കൂടെ ആയപ്പോൾ ഒരു സന്തോഷം. കാരണം എന്ന് വെച്ചാൽ ഹസ്ബൻഡൊക്കെ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പം വല്ല ലോങ് റൂട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പം ഹസ്ബൻഡ് പറയണ്ടോ നിനക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ എന്ത് സുഖമായിരുന്നു, എനിക്ക് അപ്പുറത്തെടുത്താൽ മതിയായിരുന്നു, നമുക്ക് മാറി മാറി ഓടിക്കായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് അങ്ങനെ മാറി മാറി ഓടിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ ഒരു ചെറിയൊരു ജേണി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാനൊക്കെ എല്ലാവർക്കും കുറച്ച് മടിയാണ്. എന്തിനാണ് നിങ്ങളിങ്ങനെ മടിക്കുന്നത് ഗൈസ്? കമൻറ്റ് ചെയ്യൂ ഗൈസ്, എന്നാലേ എൻ്റെ വീഡിയോ റീച്ച് ആവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ, അതിപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ കുറേ പറഞ്ഞു അല്ലേ, സാരമില്ല, അടുത്ത പ്രാവശ്യം ശരിയാക്കാം. പിന്നെന്താ, ഇനിയിപ്പോൾ ഒന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, കമൻറ്റിൽ ചോദിക്കുക. ഞാൻ മാക്സിമം എനിക്കറിയാവുന്ന പോലെ ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ തരാം. പിന്നെ അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ, ഒന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ ശരി, പോട്ടെ, ടാറ്റ. ഒരു കാര്യം പറയാൻ മറന്നു, നമുക്ക് അന്ന് തന്നെ ലൈസൻസ് കയ്യിൽ കിട്ടിയില്ല കേട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ട് ഇന്നലെയാണ് എനിക്ക് കിട്ടിയത്. ഇന്നലെ മീൻസ് ഇപ്പോൾ ഇന്ന് 8th അല്ലേ, 7th കിട്ടിയത്. നമുക്ക് കൊറിയർ വരിക ചെയ്തത്. അപ്പം എനിക്ക് ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം പറയാൻ വിട്ടു. ഈ പാർക്കിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോഡ് ടെസ്റ്റ് ഇല്ലേ, റോഡ് ടെസ്റ്റിന് മുന്നേ നിങ്ങൾക്ക് ഒരു ട്രെയിനി കാർഡ് വരും. അതായത് ലൈസൻസ് നമ്മൾ നാട്ടിലെ എല്ല് ഓടിക്കുമ്പം അതിന് മുന്നൊരു സാധനം കിട്ടില്ലേ, അതുപോലെ നമുക്കിവിടെ ഒരു ട്രെയിനി കാർഡ് വരും. ആ ട്രെയിനിങ് കാർഡ് എനിക്ക് തരാൻ വന്ന സെയിം ഡെലിവറി ഏജന്റ് ഇല്ലേ, അവർ തന്നെ ആയിരുന്നു എനിക്ക് ലൈസൻസ് തരാനും വന്നത്. അപ്പം അന്ന് ട്രെയിനിങ് കാർഡ് കൊണ്ടു തരാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ അടുത്ത് ആൾ പറഞ്ഞിരുന്നു, ഗുഡ് ലക്ക്, ലൈസൻസ് തരാനും ഞാൻ തന്നെ വരും എന്നൊക്കെ പറഞ്ഞിരുന്നു ആള്. അപ്പോൾ ആൾ തന്നെയാണ് ഇന്നലെയും എൻ്റെ മറ്റേ ലൈസൻസ് കൊണ്ടു തരാനും വന്നത്. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എൻ്റെത് രണ്ടും സെയിം ആളായിരുന്നു. അപ്പോൾ ആള് വിളിച്ചപ്പോൾ തന്നെ അപ്പോൾ ആള് വിളിച്ചപ്പോൾ തന്നെ കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചത്. ആൾക്ക് അഡ്രസ്സ് നോക്കിയിട്ടാണ് തോന്നുന്നുണ്ട്, ആൾക്കൊരു ഓർമ്മ ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് വാങ്ങിക്കാൻ വേണ്ടി ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഐ റിമെമ്പർ യു എന്നൊക്കെ പറഞ്ഞിട്ട് ആളെൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ അത് ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു. പിന്നെന്താ, അങ്ങനെ എന്ന് വെച്ചാൽ നമ്മുടെ സന്തോഷത്തിൽ ബാക്കിയുള്ളവരും കൂടെ കൂടുമ്പോൾ അതൊരു ഹാപ്പിനെസ്സാണ്. നമുക്കറിയാത്ത ആൾക്കാരാകുമ്പോൾ അതിനും വലിയ ഹാപ്പിനെസ്. അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഹാപ്പിയായി, വലിയൊരു ഡ്രീം അച്ചീവ് ചെയ്തു. അങ്ങനെ കുഞ്ഞു കുറേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട് ലൈഫിൽ. അപ്പോൾ അതെല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളും എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്താം. താങ്ക് യു.